സാഷ് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അക്കീദയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 1 യോജിപ്പിക്കാം എന്നാണ്. അപ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റിൽ ഈസാ നബി അലൈഹിസ്സലാം, മുജ്തഹിദുകളായ ഇമാമുകൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തി, മുഅ്ജിസത്തുകൾ മഹാത്മാക്കൾക്ക് എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 1 ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം. ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം ഏതാണ്? അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. ഏതാണ്? അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. 2 ഔലിയ എന്ന് പറയുന്നു. ഔലിയ എന്ന് ആർക്കാണ് പറയല്? ഔലിയ എന്ന് പറയുന്നത് മഹാത്മാക്കൾക്കാണ്. ഏതാണ്? മഹാത്മാക്കൾക്ക്. 3 മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു. ആരാണ് മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു? ഉത്തരം ഈസാ നബി അലൈഹിസ്സലാം. 4 മതനിയമങ്ങൾ ക്രോഡീകരിച്ചിരുന്നു. ആരാണ് മതനിയമങ്ങൾ ക്രോഡീകരിച്ചിരുന്നത്? ഉത്തരം മുജ്തഹിദുകളായ ഇമാമുകൾ. ഏതാണ്? മുജ്തഹിദുകളായ ഇമാമുകൾ ആണ് മതനിയമങ്ങൾ ക്രോഡീകരിച്ചിരുന്നത്. 5 മരണാനന്തരവും നിലനിൽക്കും. എന്താണ് അത്? മരണാനന്തരം എന്താണ് നിലനിൽക്കുന്നത്? മുഅ്ജിസത്തുകളാണ് മരണാനന്തരം നിലനിൽക്കുന്നത്. ഏതാണ്? മുഅ്ജിസത്തുകൾ. 2 യോജിച്ചവ ചേർത്ത് പൂരിപ്പിക്കാം. യോജിച്ചത് ചേർത്താണ് പൂരിപ്പിക്കാനുള്ളതാണ്. ബ്രാക്കറ്റിലുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. സ്വഹാബികൾ, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അല്ലാഹു തആല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മാജിക്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1 ശത്രുക്കൾ ഡാഷിനെ ജീവനോടെ കത്തിച്ച് കളയാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ എന്താണ് യോജിച്ചത്? ശത്രുക്കൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ജീവനോടെ കത്തിച്ച് കളയാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ എന്താണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നാണ്. 2 ഡാഷ് പഠിച്ചവർക്കെല്ലാം അത് അവതരിപ്പിക്കാൻ കഴിയും. അപ്പോൾ എന്താണ് അവിടെ യോജിച്ചത്? മാജിക് പഠിച്ചവർക്കെല്ലാം അത് അവതരിപ്പിക്കാൻ കഴിയും. മാജിക്കാണ് കേട്ടോ. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ 1,00,000-ൽ പരം ഡാഷ് ഉണ്ടായിരുന്നു. 1,00,000-ൽ പരം എന്താണ് ഉണ്ടായിരുന്നത്? സ്വഹാബികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ സ്വഹാബികൾ എന്നാണ്. 4 ഡാഷ് ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണ്. ആരാണ് ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകന്? അല്ലാഹു തആല. 5 ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്ത് കീഴടക്കി ഡാഷിനെ അവിടെ ഗവർണറാക്കി. എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു ഈജിപ്ത് കീഴടക്കി ഡാഷിനെ അവിടെ ഗവർണറാക്കി. ആരാണ് അവിടെ ഗവർണറാക്കിയത്? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയാണ് അവിടെ ഗവർണറാക്കിയത്. ഉത്തരം എന്താണ്? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. 3 പൂർത്തിയാക്കാം. 1 ഖുർആനും സുന്നത്തും മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയുന്നത് ഡാഷ്. എന്താണ് അവിടെ? അപകടകരമാണ്. ഖുർആനും സുന്നത്തും മാത്രമേ സ്വീകരിക്കൂ എന്ന് പറയുന്നത് അപകടകരമാണ്. 2 പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ഡാഷ്. ഏതാണ് അവിടെ യോജിച്ചത്? ഉത്തരം ബിദായികൾ. ബിദായികളാണ് പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്നവർ. 3 ഔലിയാക്കളെ അവമതിക്കുന്ന വാക്കുകളോ പ്രവർത്തനങ്ങളോ നമ്മിൽ നിന്ന് ഡാഷ് എന്താണ്? ഉണ്ടായിക്കൂടാ. ഔലിയാക്കളെ അവമതിക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ നമ്മിൽ നിന്ന് ഉണ്ടാവരുത്. അതാണ് ഇവിടെ പറയുന്നത്. 4 ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഡാഷ്. എന്താണ്? ഉത്തരം ഇജ്മാ. ഇജ്മാ ആണ് ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം. 4 ഉത്തരം എഴുതാം. ഉത്തരം എഴുതാനുള്ളതാണ്. 1 കിയാസ് എന്നാൽ എന്ത്? കിയാസ് എന്നാൽ എന്താണ്? വ്യക്തമായ മതവിധിയുള്ള ഒരു കാര്യത്തിൻ്റെ വിധി വ്യക്തമായ മതവിധി ഇല്ലാത്ത അതുപോലെയുള്ള മറ്റൊരു വിഷയത്തിന് ബാധകമാക്കലാണ്. എന്താണ്? വ്യക്തമായ മതവിധിയുള്ള ഒരു കാര്യത്തിൻ്റെ വിധി വ്യക്തമായ മതവിധി ഇല്ലാത്ത അതുപോലെയുള്ള മറ്റൊരു വിഷയത്തിന് ബാധകമാക്കലാണ്. ഇതാണ് കിയാസ് എന്ന് പറയുന്നത്. 2 സ്വഹാബി എന്ന് പറയുന്നു. ആർക്ക്? സ്വഹാബി എന്ന് പറയുന്നത് ആർക്കാണ്? മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്യുന്നവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. എന്താണ്? മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്യുന്നവർക്കാണ് സ്വഹാബി എന്ന് പറയുന്നത്. 3 കറാമത്ത് എന്നാൽ എന്ത്? കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത്. എന്താണ്? ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് കറാമത്ത് എന്ന് പറയുന്നത്. 4 ഇബാദത്ത് എന്ന് പറയുന്നു. എന്തിന്? എന്താണ് ഇബാദത്ത്? അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ് ഇബാദത്ത്. എന്താണ്? അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ്. 5 ഒന്ന് വീതം എഴുതാനാണ്.
ഒന്ന് മുബത്തദികളുടെ അടയാളങ്ങളാണ് ചോദിക്കുന്നത്. അതിൽ ഒന്ന് എഴുതിയാൽ മതി. ഇതിൽ കുറേ ഉണ്ട്, അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് എഴുതിയാൽ മതി. എന്തായാലും മുഴുവനായിട്ട് പഠിച്ചു വെച്ചോളി. അപ്പോൾ ഏതൊക്കെയാണ് അടയാളങ്ങളെ? ഒന്ന്, മരണാനന്തരം മഹാത്മാക്കൾക്ക് നൽകിയ പ്രത്യേകതകൾ നിഷേധിക്കുക. 2, ജുമയുടെ 1-ാം പങ്ക് അനാചാരമെന്ന് പറയുക. 3, 20 റക്അത്ത് റമദാനിലെ തറാവീഹിനെയും സുബഹിലെ കുനൂത്തിനെയും അനാചാരമാക്കുക. സ്വലാത്തും ദിക്റും കൂട്ടമായി ചൊല്ലുന്നതിനെ തള്ളി പറയുക. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് മുഅ്ജിസത്ത്? കുറേ മുഅ്ജിസത്തുകളുണ്ട്. ഇസ്രാ മിഅ്റാജ് സംഭവങ്ങൾ, അതുപോലെ തന്നെ ചന്ദ്രൻ പിളർന്ന സംഭവങ്ങൾ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ ഒന്ന് എഴുതിയാൽ മതി. പിന്നെ 3, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവർ. കുറേ ആൾക്കാരുണ്ട് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവർ. അപ്പോൾ അതിൽ അബൂബക്കർ ബിൻ അബി ഖുഹാഫ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു, സഈദ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, ത്വൽഹത്ത് ബിൻ ഉബൈദുല്ലാ റളിയല്ലാഹു അൻഹു. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അതിൽ നിന്ന് ഒന്ന് എഴുതിയാൽ മതി. 4, കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തീകരിച്ചവർ ആരാണ്? 1, ഇമാം മാലിക് റഹിമല്ലാഹു. 2, ഇമാം അബു ഹനഫി റഹിമല്ലാഹു. 3, ഇമാം ഷാഫി റഹിമല്ലാഹു. 4, ഇമാം അഹ്മദ് ബിൻ ഹംബലി റഹിമല്ലാഹു. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 6, സാരം എഴുതാനാണ്. മൻ ആദലി വലിയം ഫഖദ് ആസൻതുഹു ബിൽ ഹർബി. എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്താണ്? എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. 7, ക്രമത്തിലാക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു ആയത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ക്രമത്തിലാക്കണം. അപ്പോൾ എങ്ങനെ ക്രമത്തിലാക്കണ്ടേന്ന് പറഞ്ഞുതരാം. സതഫ്തരിക്കു ഉമ്മത്തി അല സലാസിൻ വസബഈന മില്ലത്തൻ കുല്ലുഹും ഫിന്നാരി ഇല്ലാ വാഹിദം ഖാലു മൻ ഹിയ യാ റസൂലല്ലാഹ് ഖാല മാ അന അലൈഹി വസ്ഹാബി. അങ്ങനെ സതഫ്തരിക്കു ഉമ്മത്തി അല സലാസിൻ വസബഈന മില്ലത്തിൻ കുല്ലുഹും ഫിന്നാരി ഇല്ലാ വാഹിദത്തൻ ഖാലു മൻ ഹിയ യാ റസൂലല്ലാഹി ഖാല മാ അന അലൈഹി വസ്ഹാബി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.